പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രവാസ ചിന്തകളുടെ ഒരു അധ്യായം കൂടി ആരംഭിക്കുകയാണ്. മുൻപ് ഗൾഫിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരും സാധാരണ ജനങ്ങളും തമ്മിലുള്ള ആരോഗ്യകരമായ സംവാദം വളരെ വിജയപ്രദമായി ചിത്രീകരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ലിയാഖത്ത് അലിയാണ് ഈ പരിപാടിയുടെയും മുഖ്യ സംഘാടകനും സംവിധായകനും. അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വേറിട്ട ചിന്തകളും വേറിട്ട രീതികളുമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി തന്നെ. അതിന്റെ ഭാഗമായിട്ടാണ് ഗൾഫിലെ കുരുന്ന് പ്രതിഭകളും ഒപ്പം പ്രമുഖ ചലച്ചിത്ര താരം ജഗദീഷുമായിട്ടുള്ള അഭിമുഖം ചിത്രീകരിച്ച ഗൾഫ് മുട്ടുകളും താരങ്ങളും എന്ന പരിപാടി അവതരിപ്പിച്ചത്. അത് UAE സ്കൂളുകളിൽ ഏറ്റവും കൗതുകത്തോടെ കണ്ട ഒരു ടെലിവിഷൻ കാഴ്ചയാണ്. അതിനുശേഷം പുതിയൊരു ഉത്സാഹപൂർണമായ സംരംഭവുമായി വീണ്ടും ഞങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ എത്തി സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് വിജയത്തിന്റെ പാതകൾ തെളിയിച്ച മലയാളികളെയാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പരിചിതരും അല്ലാത്തവരുമായ ഒരുപാട് മലയാളികൾ ഈ പരിപാടിയിൽ വരും. പ്രവാസ ചിന്തകളിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗൾഫിലെ വെല്ലുവിളികൾ സധൈര്യം ഏറ്റെടുത്ത് മുന്നേറിയ ചില സവിശേഷതയുള്ള വ്യക്തിത്വങ്ങളെയാണ്. പ്രിയപ്പെട്ട മലയാളികൾ, ഇവിടുത്തെ വെല്ലുവിളികളെ സ്വീകരിക്കുകയും അതിനെ വിജയത്തിനുള്ള പടവുകളാക്കി മാറ്റുകയും ചെയ്ത വ്യക്തിത്വങ്ങൾ, അവരിൽ പ്രമുഖർ നമ്മോട് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രവാസ ചിന്തയിൽ ആദ്യം സ്വന്തം അനുഭവങ്ങൾ നമ്മോട് പറയാനെത്തുന്നത് വ്യവസായ പ്രമുഖരിൽ ഒരാളായ, പ്രത്യേകിച്ചും ദുബായിലെ വ്യവസായ പ്രമുഖരിൽ ഒരാളായ അനിൽ മാമ്പള്ളിൽ ജോസഫാണ്. വളരെ ചെറുപ്പത്തിലെ വ്യവസായ മേഖലയിലേക്ക് വന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് മൊബൈൽ ഫോണുകൾ കയറ്റുമതി ചെയ്യുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ വളരെ റിസ്ക് ഉള്ള ഒരു മേഖല. പിന്നെ ഈ കച്ചവടം എന്ന് പറയുന്നത് സാധാരണ കേൾക്കുമ്പോൾ അവിടെ ഒരു കുതികാൽ വെട്ടലുണ്ടാകണം, അല്ലെങ്കിൽ വെട്ടി നിരത്തിലുണ്ടാകണം. അപ്പോൾ ധാർമ്മികതയും കച്ചവടവും രണ്ടും രണ്ട് വഴിക്കാണ്. കുതന്ത്രം വേണം കച്ചവടത്തിന്, അപ്പോൾ ധാർമ്മികത വേറൊരു വഴിയിലേക്ക് പോകുന്നു. അതേസമയം താങ്കളാകട്ടെ ഈ ധാർമ്മികതയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എത്തിക്സ് അല്ലെങ്കിൽ കച്ചവടത്തിലെ ധാർമ്മികത എന്താണ് താങ്കളുടെ സങ്കല്പം? എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, അനിലെ നിന്റെ സ്വഭാവത്തിന് നിന്റെ ഈ സ്ട്രെയിറ്റ് ലൈൻ പ്രിൻസിപ്പിളും ഇതും വെച്ചിട്ട് നീ ബിസിനസ്സിൽ ക്ലിക്ക് ആവില്ല. പക്ഷെ ഇല്ല, ക്യാൻ എ ജെന്യുവൻ പേഴ്സൺ സർവൈവ് എന്നുള്ളതിന്റെ ജീവിക്കുന്ന രൂപമാണ് ഈ കാണുന്നത്. ജെന്യുവിനിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ്സിലും സക്സസ്ഫുൾ ആണ്. നിങ്ങൾ ചാനൽ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ദൈവത്തിന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കുക, മാതാപിതാക്കളുടെ അടുത്ത് നിന്ന്, എൽഡർലി പീപ്പിളുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ചിട്ട് നിങ്ങൾ ജെന്യുവൻ ആയിട്ട്. ഇന്നിപ്പം ഞാൻ ഇന്റർനാഷണൽ മാർക്കറ്റ്, എന്നെ അധികം ആൾക്കാർക്ക് ദുബായിൽ അറിയത്തില്ല. ഐ ആം എ ലീഡിംഗ് ഇമ്പോർട്ടർ ആൻഡ് എക്സ്പോർട്ടർ ഇൻ ദുബായ്. അല്ലാണ്ട് ദുബായിൽ ഒരു കൈൻഡ് ഓഫ് റീറ്റെയിൽ കോൺസെപ്റ്റ് എനിക്കില്ല. ബട്ട് ഐ ഹാവ് എ വെരി ഗുഡ് റെപ്യൂട്ടേഷൻ ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ്. യൂറോപ്പിലും ഫാർ ഈസ്റ്റിലൊക്കെ എനിക്ക് നല്ല ഇതുണ്ട്. That reputation I have, I'm sure, just because of my genuinity in the business. കസ്റ്റമർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ സിമ്പിൾ എത്തിക്സ്. യു ക്യാൻ ബി വെരി വെരി ട്രാൻസ്പാരന്റ് ഇൻ യുവർ ബിസിനസ്. കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാനിൽ ഇത് എങ്ങനെ സാധിക്കുന്നു. ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. ഇപ്പോൾ ബിസിനസ് എവിടെ എത്തി? മാമ്പള്ളിൽ ഫോൺസ് വെൽ റെപ്യൂട്ടഡ് ആണ് കേട്ടോ. താങ്കൾ ചില ഡോക്യുമെന്റുകൾ ചെയ്യുന്നു ഗർഭഛിദ്രത്തിനെതിരെ. ഒപ്പം ഈ തകരുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ച് അഗാധമായ ഉത്കണ്ഠകൾ പുലർത്തുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇത് ചിലർക്ക് ഫാഷനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ഇതൊക്കെ. വാസ്തവത്തിൽ താങ്കളുടെ ഒരു നിലപാട് എന്താണ് ഇതിനോട്? അത് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിയെങ്കിൽ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ ആ പൈസ കൊടുക്കും. ഐ എം ജസ്റ്റ് എ പ്രൊഡ്യൂസർ. അബോർഷൻ, ഇന്ന് കുട്ടി വേണ്ട, നമുക്ക് ഇന്ന് അബോർട്ട് ചെയ്യാം. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവര് എന്റെ ബ്രദർ ത്രൂ, ജീസസ് യൂത്തിൽ ആക്റ്റീവ് ആയിട്ടുള്ള എന്റെ ബ്രദർ ത്രൂ ഇവരെന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യും. കമേഴ്ഷ്യൽ റിട്ടേൺസ് ഒന്നും വേണ്ടാത്ത പ്രൊഡ്യൂസർ ആയിരിക്കുമല്ലോ ഇവർ ഉദ്ദേശിച്ചത്. ഐ ഫെൽ ദിസ് ഇസ് എ നീഡ് ഫോർ ദ സൊസൈറ്റി. ഐ സെഡ് ഫൈൻ, എത്ര പൈസ ആയാലും ഞാനത് തരാം, നിങ്ങൾ ചെയ്തു തന്നു. ബൈ ഗ്രേസ് ഓഫ് ഗാഡ്
ദാറ്റ് ഫോൺ മിനി അവാർഡ്സ്. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. പണം നല്ല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും. ഈ ഒരു ബിസിനസ്സുകാരനോട് ഒരിക്കലും ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ പണം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നിർത്താം എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്കറിയില്ല. ഒരുപാട് പണം ഉണ്ടാക്കി ഇനി കൂടുതൽ വേണ്ട, കാര്യം കുടുംബത്തിനൊക്കെ ജീവിക്കാനായി, ഇനി എന്തിനാ കൂടുതൽ പണം ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്? വളരെ നല്ല ചോദ്യം, വളരെ നല്ല ചോദ്യം. ഞാൻ ഓൾറെഡി അതിന്റെ തീരുമാനം എടുത്ത ഒരാളാണ്. അതായത് കുറെ ആൾക്കാർ ബിസിനസ്സുകാർ ഓടി നടന്ന് പൈസ ഉണ്ടാക്കുക. ഇയാൾക്ക് ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ സമയമില്ല, പിന്നെ ഇയാളുടെ പൈസക്ക് എന്താ വില? സോ ഐ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വിത്ത് മൈ ചിൽഡ്രൻ. അതിന് ബ്യൂട്ടി ഞാൻ പറയാം, ആ പിള്ളേർക്ക് കുറെ സമയം കൊടുക്കുമ്പം എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനാണ് പറ്റുന്നത്. നല്ല എനർജി ഉണ്ടാവുന്നു, യുവർ എനർജി ലെവൽ ഇംപ്രൂവ്സ്, നല്ല ചിന്തകൾ ഉണ്ടാവുന്നു, ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യുന്നു. യു ടെൻ ടു മേക്ക് മോർ മണി. പണം ആവശ്യത്തിനേ ആകാവൂ, അതിനപ്പുറമുള്ള പണം പിന്നെ സമാധാനം കെടുത്തു എന്ന് പറയുന്നു, ശരിയാണോ? സമാധാനം കെടുത്തില്ല, പക്ഷെ നിങ്ങളുടെ ഈ ആർത്തി ഒരു പരിധി വരെ നല്ല, അത്യാർത്തി ഉണ്ടായാലാണ് ഡേഞ്ചർ. ഐ എം പേഴ്സൺ ഹു സെഡ് ഇനഫ്. എനിക്ക് ഞാൻ പഴയ പോലത്തെ റിസ്ക് എടുക്കില്ല. ഇപ്പം റിസ്ക് എടുക്കില്ല എന്നല്ല, അങ്ങനത്തെ ഒരു ഡ്രൈവ് ഇല്ല കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇപ്പം ഇവിടെ റിസഷൻ നടക്കല്ലേ, അതെ, എല്ലാവരുടെയും ജോലിയൊക്കെ നഷ്ടപ്പെട്ട് എല്ലാവരും ഭയങ്കര വിഷമത്തില. അപ്പൊ ഞാൻ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട, കാരണം ഇവരൊന്നും മെജീഷ്യൻസ് അല്ല. ഞാൻ പറഞ്ഞു, നോക്ക്, നിങ്ങളുടെ എല്ലാവരുടെയും ജോലി ഗ്യാരണ്ടീഡാ 2 വർഷത്തേക്കെങ്കിലും. ഈ 2 വർഷം എന്ന് പറയുന്നത് ഒരു 2 മില്യൺ ദിറംസ്, അല്ലെങ്കിൽ നാട്ടിലൊരു 2,60,00,000 രൂപ എനിക്ക് നഷ്ടമാണ്. എനിക്ക് എന്റെ മനസ്സിനോടും എന്റെ ഭാര്യയോടും മാത്രം ഇത് പറയേണ്ട കാര്യമുള്ളൂ. കാരണം എന്റെ ബെറ്റർ ഹാഫിന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പിന്നെ ഇത്ര പൈസ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു എന്ന് നീ ധരിക്കുന്ന അതിൽ നിന്ന് ഒരു 2.5 കോടി രൂപ പോയാലും നീ വിഷമിക്കരുത് കേട്ടോ. ഭാര്യയുടെ സപ്പോർട്ട് കൂടി കിട്ടിയപ്പോൾ പിന്നെ റിസ്ക് ബാരിങ്ങിൽ ഏറ്റവും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഭാര്യയാണ്. അപ്പൊ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഈ ബിസിനസ്സിന് വളരെ. തീർച്ചയായിട്ടും. എന്റെ പാരന്റ്സ് ആണെങ്കിലും എന്റെ ഇൻലോസ് ആണെങ്കിലും ഭാര്യ, എന്റെ സഹോദരങ്ങള്, എനിക്ക് 2 ചേട്ടന്മാരുണ്ട്, അവരും എല്ലാരും എന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഈ സംഭാഷണത്തിലൂടെ ഈ കുടുംബ ബന്ധത്തിന്റെ ഭദ്രതയെ കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചത്. മൊത്തം നോക്കിയാൽ താങ്കളുടെ വിജയത്തിന്റെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന കുടുംബ ഭദ്രത്തിന്റെ ശക്തമായ ഇടപെടലാണ്. ഭദ്രമായ കുടുംബം. താങ്കൾ ഒറ്റപ്പെടുന്നില്ല ഒരിക്കലും. തീർച്ചയായിട്ടും. വലിയൊരു ഹെവി ലോസ് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ഭാര്യ പിന്തുണയ്ക്കുന്നു. തീർച്ചയായിട്ടും. ആ അംഗീകാരം കുടുംബത്തിൽ നിന്നുണ്ടാകുന്നു. വാസ്തവത്തിൽ ഇതാണോ താങ്കളുടെ ഒരു എത്തിക്സ്? 100% ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. കാര്യം ഞാൻ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്, എനിക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ള ഡ്രൈവ് വന്നത് പോലും എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അത് എന്റെ പാരന്റ്സ് ആകാം, ഇൻലോസ് ആകാം, ഭാര്യയും മക്കളും ആകാം. അവരുടെ ഒരു നീഡ് എന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രം നടക്കാണ്ടായിപ്പോയത്. ഇതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രൈവ്. പൈസ ഇല്ലാതെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? പൈസ ഇല്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മൈ ഡിഗ്രി ഞാൻ ബാംഗ്ലൂർ പോയി ജോലി തപ്പുന്ന സമയം പൈസ ഇല്ല, എനിക്ക് കടം മേടിക്കാനൊന്നും അറിയത്തില്ല. ആ സമയത്ത് കുറച്ച് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഇന്ന് ഞാൻ ഡിറൈവ് ചെയ്തിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസ് അവിടെ നിന്നൊക്കെ ആയിരിക്കാം വന്നേക്കുന്നത്. അല്ലെ, പണമില്ലാതെ ബുദ്ധിമുട്ടിയ ജോസഫിനെയും പണക്കാരനായ ജോസഫിനെ എന്തെങ്കിലും താരതമ്യപ്പെടുത്താറുണ്ട് എപ്പോഴെങ്കിലും? സെയിം, ഒരു വ്യത്യാസവും ഇല്ലാത്ത ജോസഫാണ്. കാരണം പണമല്ല ഒരു മനുഷ്യന് അളക്കാൻ വേണ്ടി ഒരിക്കലും പണം ഉപയോഗിക്കരുത്. ഐ ആം സ്റ്റിൽ ദ സെയിം. അതിപ്പം ഐ നെവർ ക്യാരി വോറ ദറ്റ് ഞാൻ ഭയങ്കര പൈസക്കാരൻ, എന്തിനാ അത്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചിരിക്കാത്തവരുണ്ടോ? ഒത്തിരി പേര്. എന്തായിരിക്കാം? ആർട്ടിഫിഷ്യൽ എനർജി അവർ ക്യാരി ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യമില്ല. അവർ പച്ചയായ മനുഷ്യനായാൽ മതി. യു ക്യാൻ സ്മൈൽ അറ്റ് പീപ്പിൾ. ലൈഫ് ഇസ് സോ ഷോർട്ട്, സോ ബ്യൂട്ടിഫുൾ. എന്നാലും എനിക്ക് തോന്നുന്നു ഈ പ്രവാസ ചിന്തകളിൽ വളരെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് താങ്കൾ പങ്കുവച്ചത്. കാരണം പണം ഉണ്ടാക്കണം, പക്ഷേ അതിന്റെ അടിത്തറ, അതിന്റെ ബേസ് എത്തിക്സ് ആയിരിക്കണം, ധാർമ്മികതയായിരിക്കണം. അവിടെ നിന്നുകൊണ്ട് കൂടുതൽ ആംബീഷ്യസ് ആവുക, അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും പ്രവാസ ചിന്തകളിൽ വരികയും ബിസിനസിനെ കുറിച്ച്, വന്ന വഴികളെ കുറിച്ച്, മറക്കാത്ത വഴികളെ കുറിച്ച് താങ്കൾ ഒരുപാട് സംസാരിച്ചു. കൂടുതൽ വിജയം ആശംസിക്കുകയാണ്. മുന്നോട്ട് പോകാനുള്ള എല്ലാ ധാർമ്മിക ശക്തിയും, താങ്കൾ ആർജിച്ച ധാർമ്മിക ശക്തി കൈമോശം വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
ബ്രഷ് ഇട്ടുരച്ചപ്പോ നിറം പോയി. ഇദ്ദേഹത്തിന് അച്ചാറ് ജീവനാ. ഇതും ഇനി തറ തുടങ്ങി.